ഞാൻ സ്റ്റിഫ് ഇങ്ങനെ കുത്തി വെച്ചേക്കാണ്. അപ്പോൾ ഈ താഴത്തെ പീസ് കട്ട് ചെയ്യുന്നതിന്, അതായത് നമ്മൾ മൊത്തം കട്ട് ചെയ്ത് കളയുമല്ലോ നെക്ക്, അപ്പോൾ ഇത്രയും അധികം ഇട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. നമുക്കത് ഇതിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് സൗകര്യപ്രദം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ കഴുത്ത് വെട്ടാതെ തന്നെ, ഈ കഴുത്ത് വെട്ടാതെ തന്നെ നമുക്ക് സ്റ്റിഫേൽ വെട്ടിയിട്ട് നമുക്ക് ചെയ്യാം. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഇത് ഒരു സിമ്പിൾ മെത്തേഡ്, എളുപ്പമാർഗ്ഗമാണ് ഇത്. സ്റ്റിഫ് വെക്കാതെ ആദ്യം ചെയ്ത് നോക്കുക കേട്ടോ. അതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് നടക്കും. അപ്പോൾ സ്റ്റിഫ് വെക്കാതെ ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ആ മെയിൻ പീസ് വെട്ടിയപ്പോൾ പീസ് അധികം ഇട്ടിരുന്നു, അതുകൊണ്ട് നമുക്ക് സ്റ്റിഫിൻ്റെ ആ പീസ് അതേക്ക് അങ്ങ് പൊയ്ക്കോളും. ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം കണ്ടോ, നമുക്ക് ഇവിടെയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പ് ഇതൊക്കെ നമ്മൾ അടിച്ചതിന് ശേഷം ഇത് തമ്മിൽ ഇങ്ങനെ ഒന്ന് കൂട്ടി കൊടുക്കുക. കറക്റ്റ് ഇതിലായിരിക്കണം കൂട്ടേണ്ടത്. ഇങ്ങനെ കൂട്ടിയെടുത്തു. ഇനി ഇതാണ് എൻ്റെ ഷോൾഡർ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഫ്രണ്ടാണ്, കഴുത്ത് കണ്ടോ. കഴുത്ത് ഞാൻ ഇനിയിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, അത് പറഞ്ഞുതരാം. ഇനി ബാക്ക് ജോയിൻ ചെയ്തിട്ട് അത് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ബാക്ക്, അതായത് നമ്മൾ ഈ പോയിന്റ് ആണല്ലോ കൂട്ടിക്കൊടുത്തത്. കണ്ടോ കണ്ടോ, മനസ്സിലായല്ലോ. ഇത് തമ്മിൽ ഞാൻ കൂട്ടി. ഇനി ചെയ്യേണ്ടത് ഈ ബാക്ക് പീസുമായിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബാക്ക് പീസ് നമ്മൾ എടുക്കുക. ഈ ബാക്ക് പീസിൻ്റെ ഷോൾഡർ കണ്ടോ, ഷോൾഡറിൻ്റെ സെൻറ്റർ എടുക്കുക. സെൻറ്റർ എടുത്തു, എന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. കണ്ടോ, എളുപ്പമാണിത്. കണ്ടോ, അതായത് ഇത് ഫ്രണ്ടിൻ്റെ സെൻറ്റർ, ഇത് ഷോൾഡറിൻ്റെ സെൻറ്റർ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. കണ്ടോ, ഇത് സെൻറ്റർ. ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ എടുത്തു. കണ്ടോ, എന്നിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും. അത് നമുക്ക് തയ്ക്കുമ്പോൾ അവിടെ കുത്തി നിർത്തി നിങ്ങൾ തയ്ച്ചെടുത്താൽ മതി, ലെവൽ ചെയ്താൽ മതി. സെൻറ്ററിൽ നിന്ന് തന്നെ അടിച്ചു തുടങ്ങണം കേട്ടോ. സെൻറ്ററിൽ നിന്ന് തന്നെ അടിച്ചു തുടങ്ങണം. ഓക്കെ, സെൻറ്റർ എവിടാണോ അവിടുന്ന് തന്നെയാണ് നമ്മൾ അടിച്ച് തുടങ്ങുന്നത്. ഓക്കെ, ഈ പീസ് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കും. കണ്ട, ഈ വളഞ്ഞിരിക്കുന്ന ആ ഒരു സ്ക്വയർ പോലെ വരുന്ന ആ സ്ഥലം വരുമ്പോൾ അവിടെ ഒന്ന് കുത്തി നിർത്തുക. കണ്ട, അതിനുശേഷം ഇതിനിങ്ങനെ വലിച്ചിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഒരു സൈഡ് അടിച്ചു. ഇനി സെൻറ്ററിൽ നിന്ന് അപ്പുറത്തോട്ട് അടിക്കാം. കണ്ടോ, ഇനി ഈ സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തോട്ട് അടിക്കാം. നമ്മൾ ആ വന്നേക്കണത് ബാക്കിലെ കഴുത്തകലമാണ് കേട്ടോ. ആ കഴുത്തകലത്തിലാണ് നമ്മൾ ഈ കോളർ വെച്ചേക്കണത്. ബാക്ക് കഴുത്തകലം, അത് നമ്മൾ ഈ കോളർ വെച്ച് ഫില്ല് ചെയ്തേക്കുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നോക്കൂ, കണ്ടോ. ഇനി ആ പോയിന്റ് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കുത്തി നിർത്തി. അതിനുശേഷം ഇങ്ങനെ എടുക്കും. അപ്പോഴേ ഒന്ന് വളഞ്ഞു വരുള്ളൂ. കറക്റ്റ് അടിച്ചോളൂ.
2 സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ട, നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇതിങ്ങനെ മടക്കി ഇതിനോടൊപ്പം വരും. ഓക്കെ, ഇത് ഞാൻ റെഡി ആക്കിയിട്ട് ഇനി കാണിച്ചു തരാം. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യണം, മനസ്സിലായല്ലോ? സ്റ്റിച്ച് ചെയ്യുന്ന കണ്ടല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? നമുക്ക് നോക്കാം. ഇത്രയും ഭാഗം നമുക്ക് അടിച്ചു കൊടുക്കാം ഇങ്ങനെ കേട്ടോ. അത് ഇത്രയും മാത്രം, ബാക്കി നമുക്ക് ഹെം ചെയ്ത് കൊടുക്കണം നെക്ക്. ഓക്കെ, നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് ഇത്രയും ഭാഗം. അത് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടിച്ചു കൊടുക്കണ്ട കേട്ടോ. ഹെം ചെയ്ത് കൊടുത്താൽ മതി. ബുദ്ധിമുട്ടുള്ളവരത് ചെയ്യാൻ പാടില്ല. കാരണം ഇത് ഈ നെക്ക് ഇച്ചിരി നമുക്ക് തയ്ക്കാൻ എടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ. ഹെം ചെയ്തെടുത്താണ്. നമുക്ക് ഹെം ചെയ്തിട്ട് നോക്കാം. ഓൾട്ടർനെറ്റ് തയ്ച്ചു കഴിഞ്ഞു, ഭംഗിയായിരിക്കും. ബാക്ക് കാണിച്ചു തരാം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഞെക്കിയേക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.